എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എല്ലാവരും സുഖമായിട്ട് ക്ഷേമത്തോടെ ഇരിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കിയും പിന്നെ പിറ്റേ ദിവസത്തെയുമാണ്. അപ്പോൾ ഇന്നലത്തേത് തന്നെ ഇത്തിരി ലെങ്തായെന്നൊക്കെ കമൻറ്റ് വന്നു. ചിലർ പറഞ്ഞ് കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല. അപ്പം ചില ദിവസം ഞാൻ എടുക്കുന്ന വീഡിയോ ഒന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ 2 ദിവസത്തെയൊക്കെ കൂട്ടിയിടും. ചില ദിവസത്തെ ഇപ്പോൾ ഇച്ചിരി ലെങ്തായിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ 20-25 മിനിറ്റ് കൂടുതൽ ഞാൻ ഒരിക്കലും ഇടത്തില്ല കേട്ടോ. കാരണം അത് കാണുന്നവർക്കൊരു ബോറായിരിക്കും. പലരും അത് പറയുന്നത്. അപ്പോൾ ചിലർ എൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി കാണുന്നവരുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമുണ്ട്. ചിലർ ഫസ്റ്റ് കമൻറ്റിന് വേണ്ടി കമൻ്റ് ഇടാൻ വേണ്ടി മത്സരമാണ്. അതൊക്കെ ഒരു ത്രില്ലല്ലേ, ഒരു രസമല്ലേ. അപ്പോൾ എന്താ പറയേണ്ടിയേ? ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എൻ്റെ മുഖം ഇങ്ങനെ ഒരു വല്ലാത്ത ഇഴച്ചിൽ പോകുന്നത്. അവിടെ സ്കിന്നിൻ്റെ അവിടെ എനിക്ക് തൊടുമ്പോൾ ഇങ്ങനെ ആട് പോലെ. ഞാൻ അങ്ങനെ വെച്ച് നീവിയായിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖത്ത് ഈ ഞങ്ങളുടെ വീട്ടിൽ പൗഡർ ഇല്ല. പൗഡർ ഉണ്ടെന്ന് പറയുന്നത് ഈ നൈസിൽ പൗഡർ ഉണ്ടല്ലേ, അത് ഇടും. കാരണം ഈ ചൂട് സമയത്തൊക്കെ നമുക്കിങ്ങനെ ഇടുമ്പോൾ അത് ദേഹത്തിടും. അല്ലാതെ മുഖത്ത് ഇവിടെ അങ്ങനെ ആരും പൗഡർ ഇടാനില്ല. പിന്നെ പോൾമോൻ പറഞ്ഞ് ഫെയർ ലവ്ലി വേണം. ഫെയർ ലവ്ലി അത് എന്താ അവൻ തേക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി നിവ്യ ഇതുപോലെ ഡ്രൈ ആയതുകൊണ്ട് നിവ്യ വാങ്ങിച്ചിടും, അല്ലാതെ ഒന്നും തേക്കാറില്ല. ചില സമയത്ത് നല്ല ഗ്ലോയിലൊക്കെ ഇരിക്കുന്ന ഇവിടെയൊക്കെ നല്ല ഇതായിട്ടിരിക്കും. ചില സമയത്ത് ഓരോ ഡ്രസ്സിൻ്റെ ഇതിലായിരിക്കും നമ്മുടെ മുഖത്തൊക്കെ കളർ വരുന്നത്. കിച്ചണിൽ വെച്ചെടുക്കുമ്പോൾ എൻ്റെ ഈ ലിപ്സൊക്കെ ഭയങ്കര ചുമന്നിരിക്കും. ഇവിടെ അകത്ത് വന്നിരിക്കുമ്പം ബ്ലാക്ക്, ഓന്തിൻ്റെ നിറം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, അത് ഇന്നലത്തെ പിന്നെ ഇന്നലത്തെ വീഡിയോ അത്രയും കൂടാൻ കാര്യം പുലാവിൻ്റെയും ചിക്കൻ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റെസിപ്പി ഒരുമിച്ച് നമുക്ക് ഇടണ്ടേ. രണ്ടും കൂടെ പാതിയായിട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് പറയും. പിന്നെ അവർ വരുന്നതും കഴിക്കുന്നതൊക്കെ പിറ്റേ ദിവസം ഇട്ടാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ഇതിൽ അങ്ങ് നിർത്തിയതാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചിലർ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് കമൻറ്റ് വിടും, ലൈക്ക് വിടും. ഇച്ചിരിയെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടേ കേട്ടോ. നിങ്ങളുടെ ആ ലൈക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് ഭയങ്കര റൂൾസൊക്കെയാണ്. അപ്പം നമ്മളെ ഒന്ന് കര പിടിച്ച് കയറ്റുക. ഇപ്പം ഇഴഞ്ഞ് നടക്കുന്ന വരുക എന്ന് പിടിച്ച് ഉയർത്തുക. നിങ്ങളാണ് പിടിച്ചുയർത്തേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾ ഇട്, അപ്പം ഞങ്ങൾ കാണും. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ഇടുന്നത് ഈ പരിക്കാത്തിരിക്കുന്ന ഞാൻ. ഓക്കെ, ഇനി നമുക്കേ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ പകലിൽ നിന്ന് നല്ല ചൂടായിരുന്നു എനിക്ക്. അതോ ഇനി എനിക്കായിരുന്നു ചൂട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാത്രി ഒരു ഇച്ചിരിച്ച തണുപ്പ് പോലൊക്കെ ഉണ്ട്. പ്രൈസമ്മോന് ചുമ ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് മായ ജോസഫാണെന്ന് തോന്നുന്നു. ചേച്ചി അറിയിച്ചാൽ പാവോ അല്ലേ? സത്യം അറിയിച്ചാൽ പാവോ. നമ്മളോടങ്ങനെ ദേഷ്യപ്പെടുവോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ പിള്ളേരോട് ദേഷ്യപ്പെടുക എന്തിനാ? ഈ പഠിക്കുന്ന കാര്യത്തിന്, അല്ലാതെ പിള്ളേർ അടിക്കുമോ അങ്ങനെയൊന്നുമില്ല. ഈ പിള്ളേർ പഠിക്കാത്തതാണ് ഇവിടെ കുഴപ്പം, അല്ലാതെ ഒരു വഴക്കാളികളോ അങ്ങനെയൊന്നുമല്ല. പ്രൈസമ്മോനാണെങ്കിൽ പഠിക്കുമെന്ന് പറയുമ്പോൾ അവനങ്ങോട്ട് ഇങ്ങനെ നീറടിക്കും. അവനില്ല കരയുമ്പോൾ ഇല്ല പദം പറച്ചിലൂടെ ഇടയ്ക്ക് അത് കേൾക്കുക. ഇവരെടാ മിണ്ടാരിടാ അവൻ്റെ കരച്ചിലോട്ട് ആരെങ്കിലും ചിന്തിക്കും അവനെ അടിച്ച് തല്ലി ശരിയാക്കിയെന്ന് അടുത്ത ഗുണമുള്ളവർ കേൾക്കുവാണെങ്കിൽ. പോൾമോൻ്റെ അടുത്തും പഠിക്കാൻ പറയുവാണെങ്കിൽ പഠിക്കാതെ പപ്പ ഇച്ചിരി നേരം കൂടെ ഞാൻ കണ്ടോട്ടെ ഇച്ചിരി നേരം, അതൊക്കെ കേൾക്കുമ്പോൾ റീച്ചാണ് ദേഷ്യം വരും. അല്ലാതൊരു വഴക്കോ ഒന്നുമില്ല. പാവം അറിയിച്ചാൽ ഇപ്പം കറികൾ വെക്കുവാന്നേലും പക്ഷേ ഇങ്ങനെ പറയത്തില്ല. എത്ര നല്ലതായിരുന്നേലും നമ്മൾ ചോദിക്കുവാണെങ്കിലേ പറയും ആ കൊള്ളായിരുന്നെന്ന്, ആ ഇന്നത്തെ നന്നായിരുന്നെന്ന്, അങ്ങനൊന്നും പറയത്തില്ല. പക്ഷേ എന്തോ കലക്കി കൊടുത്താലും പാവം, അങ്ങനെ എന്തോ കലക്കി കൊടുത്താലെന്നല്ല, എനിക്ക് ഇങ്ങനെ ഒരു മോരുകറി ഒരു കാബേജ്, ഇപ്പം ചപ്പാത്തി ആയതുകൊണ്ട് പിന്നെ മോരുകറിയുടെ കാര്യം വേണ്ട. ചപ്പാത്തിയോ പയറുതോരനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, ഇപ്പം ചപ്പാത്തിക്ക് ഇപ്പം മുട്ടക്കറി ചിക്കൻ കറി അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ പോൾമോൻ നേരെ തിരിച്ച. അവൻ നല്ലതെന്ന് പറയും, പക്ഷേ അവന് മോരുകറി വേണം. ചില സാധനങ്ങളൊന്നും അവൻ ചോറിൻ്റെ കൂടെ കഴിക്കത്തില്ല, ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. കൂടുതൽ ബടുബടി ഞാൻ പറയുന്നില്ല.
കഴിഞ്ഞ 2 ദിവസത്തിന് മുട്ടാന്ന് തോന്നുന്നു ഷൈനിയുടെ ഒരു കമൻറ്റ്, മോരുകറി കാണുമ്പം പോൾമോനെ ഉറക്കുമെന്ന്. ഞാൻ പോൾമോനോട് പറഞ്ഞു, എടാ നീ മോരുകറി അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വേറെ ഡ്രസ്സിൽ എന്താണോ അത്, ഇന്ന് ഞായറാഴ്ച ഞാൻ ചിക്കൻ്റെ റെസിപ്പി ഇട്ടില്ലേ, അപ്പം കുറേ കമൻറ്റ് വന്ന്, അതുകൊണ്ട് അതിൻ്റെ റിപ്ലൈ തരാൻ ഇന്ന് വന്നേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നാളെ ഇടാനുള്ള വീഡിയോ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് ഈ ഡ്രസ്സ് വന്ന് ഇനി ഇതിൻ്റെ അകത്ത് ഇനിയും എവിടെയെങ്കിലും ഒന്ന് ഞാൻ എഡിറ്റ് ചെയ്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുപോലെ ചോദിക്കാൻ കാര്യം, എൻ്റെ പഴയ ആൾക്കാർക്കും മനസ്സിലായില്ലെന്നുള്ളതാണ്. കുറേ ചിലർ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ പറയാമായിരുന്നു, ചേച്ചി വ്ളോഗിൽ ചേച്ചി ഇടുന്ന ഈ റെസിപ്പികൾ നല്ല ഏതെങ്കിലും റെസിപ്പികൾ. ഇപ്പോൾ ഈ ചിക്കൻ കറി എന്ന് പറയുന്നത് 3 കിലോ ചിക്കൻ വേണമെങ്കിൽ ഒരു 18-20 പേർക്കൊക്കെ കൊടുക്കാവുന്ന ഒരു ഇതാണ്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പം അത് പലർക്കും പ്രയോജനമാവുമല്ലേ, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇട്ടതാണ്. അപ്പോൾ വ്ളോഗിൽ നമ്മൾ റെസിപ്പികൾ കാണിക്കുമ്പം ഇവർ ഈ സെർച്ച് ചെയ്യുമ്പോഴേ അത് വരത്തില്ല ആ കറിയുടെ. നമ്മളിപ്പോൾ സെപ്പറേറ്റ് കറി റെസിപ്പി ഇടുവാണെങ്കിൽ അവർക്ക് സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടും. അതുകൊണ്ടാണ് അത് ലക്ഷറി കാർ ഡീലറിലെ മോക്ക് അവൾക്ക് മനസ്സിലായി എന്താ സംഗതി എന്ന്. അവൾ പറഞ്ഞു, ആ ചേച്ചി സെപ്പറേറ്റ് ഇട്ടത് നന്നായിരുന്നു. അങ്ങനെ പലർക്കും പ്രയോജനമാകുമെന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടതാണ് കേട്ടോ. കാരണം പഴയ ആൾക്കാർക്കൊക്കെ ഇത് അറിയണ്ടേ. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ റെസിപ്പി ഇടുന്നത് സെപ്പറേറ്റ് റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ സമയം കുറവുകൊണ്ട് ഞാനത് പിന്നെ ഇട്ടില്ലെന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞായറായതുകൊണ്ട് വ്ളോഗില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് കുക്കിംഗ് ഒരു വീഡിയോ ഇട്ടതാണ്. അതുപോലെ ഇപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ആണെങ്കിലും ഞാനത് സെപ്പറേറ്റ് സമയമുള്ളപ്പോൾ ഇടും. അങ്ങനെ കറികളൊക്കെ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ സെപ്പറേറ്റ് ഞാൻ ഇടും കേട്ടോ. അതുകൊണ്ടാണ് പുതിയ ആൾക്കാർ ചോദിച്ചാൽ ഞാൻ അവർക്ക് മറുപടി ചിലർക്കൊക്കെ കൊടുത്തു, ചിലർക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ എൻ്റെ ബാക്കി വീഡിയോ ആയിരുന്നു. വൈകുന്നേരം ആയണേ ആ പയ്യനും വിരുദ്ധ കൊടുക്കാനുള്ള പയ്യനും കൊച്ചും വന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. ഞാൻ അന്നേരം ഇവർ അപ്പനും അമ്മയും ഉണ്ടല്ലോ വീട്ടിൽ, ഞാൻ പറഞ്ഞ് അവരെയും കൂടെ കൊണ്ടുവരണേ. അങ്ങനെ ആൻറ്റിക്ക് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞ് ആൻറ്റിയും കൂടെ വരണേ അവരുടെ കൂടെ നിന്ന്. അപ്പോൾ അവർ നേരത്തെ വന്നു, അവർ ഭാര്യയും ഭർത്താവും. പിന്നെ അവൻ ബാങ്കിലാണ് ജോലി. അവൻ പറഞ്ഞ് അങ്കിളെ എനിക്കങ്ങോട്ട് ഇച്ചിരി ലേറ്റാവും, എന്നിട്ട് ഞാൻ ഉടനെ അങ്ങ് എത്താമെന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിലായിരുന്നു, എന്തോ അതിന് പോൾമോൻ പോയെന്ന് എടുത്ത്. അപ്പോൾ ആൻറ്റിക്ക് അങ്ങ് ഭയങ്കര നാണക്കേട്. ഞങ്ങൾ ആദ്യം ചോദിച്ചു വീഡിയോയിൽ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോയെന്ന്. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നോക്കിയിരിക്കുമോ വീഡിയോ ഇട്ടിട്ട് എനിക്ക് അയച്ചു തരണേ എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ ഫുഡ് എടുക്കാനുള്ള ഇതിൽ ഞാൻ പിന്നെ ഫുഡുകളെല്ലാം എടുത്തു. അങ്ങനെ അവർ കഴിക്കാനുള്ളത് കഴിച്ചു. ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ചപ്പാത്തി അവർക്ക് ചപ്പാത്തിയൊക്കെ ഇഷ്ടം, പുലാവായിരുന്നു ഇഷ്ടപ്പെട്ടത്. കൊള്ളായിരുന്നോ? ഇനി ഐസ്ക്രീം വേണോ? അവർക്ക് ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടമായി. ചപ്പാത്തി ഞാൻ അവർ ചിലപ്പോൾ ചപ്പാത്തി കഴിച്ചാലോ എന്നും പറഞ്ഞ് ചപ്പാത്തി റെഡിയാകും. അന്നേരം അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ഇതാ ഇഷ്ടപ്പെട്ടത് ആൻറ്റി, നല്ലതായിരുന്നു. സാധാ ഊണ് നമ്മൾ ഉണ്ടാക്കാനെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ പിന്നെ കൂട്ടാനൊക്കെ ഇഷ്ടപ്പെട്ടില്ലല്ലോ എങ്കിലും എന്നും പറഞ്ഞു. ചിക്കൻ കറി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ ചിക്കൻ കറി അവർ കഴിക്കും, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പുലാവും അതുണ്ടാക്കി അവരെല്ലാം നന്നായി കഴിച്ചു. എന്നിട്ട് അവർ വീഡിയോ ഒക്കെ കുറച്ച് എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവത്തില്ലെങ്കിലും കാണാനായിട്ട് രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞ അങ്കിളെ ഞങ്ങളുടെ വീഡിയോ ഇടുന്ന ഉടനെ ഞങ്ങൾക്ക് ലിങ്ക് അയച്ചു തരണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരും അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 10:30 കഴിഞ്ഞിട്ടൊക്കെയാണ് പോയത്.
हाँ आप ऊपर लो ना ऐसा। और कैमरा को ऊपर चालू नहीं हो रहा। हाँ चल चल चल। लेकिन मेरे कैमरामैन अच्छा नहीं है। നമ്മുടെ ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിള് അവർക്കെല്ലാം ഒത്തിരി ഇഷ്ടമായി. നമ്മുടെ ഈന്തപ്പഴവും നാരങ്ങയും കൂടി ഇട്ട അച്ചാറായിരുന്നു അത്. അവർക്കത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അവരെന്നോട് ചോദിച്ച് ഇനി വിൽക്കുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവർക്കും പച്ച ഏത്തക്ക, പോളിന് പച്ച കൊടുത്താൽ അതും വേണ്ട. ഞാനിപ്പം പുഴുങ്ങി അതെടുത്തു. 2 പീസ് ബ്രെഡ്. എന്നാണ്ട് ഈ ലാസ്റ്റിലത്തെ അവസാനത്തെയും ബ്രെഡ് വരുമല്ലേ, അതിവിടെ ഇവരാരും കഴിക്കത്തില്ല. പിന്നെ അത് കളയുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഞാനെടുത്ത്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും പിന്നെ വേറെ ഇച്ചിരി മാവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ പുഴുങ്ങിയ ഏത്തക്ക ഒന്ന് ഡാഡി കഴിക്കും പുഴുങ്ങിയത്, പക്ഷേ ഡാഡി പച്ച കൊടുത്തോണ്ട് പച്ച മതി. എനിക്കിപ്പം പുഴുങ്ങിയതാണ്, എനിക്ക് പച്ചക്കായി ഇങ്ങനെ പുഴുങ്ങി തിന്നുന്ന ഇഷ്ടം. അപ്പോൾ റേച്ചാനൊക്കെ കഴിഞ്ഞിട്ട് പ്രൈസമ്മോൻ്റെ എക്സാം സമയമായിരുന്നത്. അപ്പോൾ അവനെ ഇരുത്തി രാവിലെ ഒന്ന് പഠിപ്പിക്കുക. വൈകിട്ട് ഞാൻ പഠിപ്പിക്കും. गांव में कौन सी नदी है? गांव में गंगा नदी है। लोग गंगा नदी को क्या कर रहे हैं? लोग गंगा नदी को गंदा कर रहा है। ओह वेरी गुड। चंद लोग किस पर होकर आए हैं? चंद ചന്ദ് चंद लोग चांद से चांद के पर चांद पर चांद पर होके आए। പക്ഷെ പറയാം, അവൻ എഴുതുമ്പോൾ സ്പെല്ലിംഗ് കാണൂ. किसका हो गया ना? किसका बंगला सुंदर है? बंगाली बाबू का बंगाल പോൾ വിട്ടിരുന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സൈറ്റ് ഉണ്ടെന്ന്, ഒരു ട്യൂട്ടോറിയലിൻ്റെ അത് ജയ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ പഠിപ്പിക്കുന്നത് നോക്കി അവൻ പഠിപ്പിക്കും. റീച്ചാൻ പറയടാ നീ ഇങ്ങനെ പഠിച്ചാൽ ശരിയാവത്തില്ല, നീ ട്യൂഷൻ്റെ അവിടുത്തെ പഠിക്കുക. പക്ഷേ അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ ഇത് പഠിക്കുമെന്ന് പറഞ്ഞ് അവൻ ആ സൈറ്റിൽ നോക്കിയാൽ അവൻ പഠിക്കുന്നത്. അത് പഠിപ്പിക്കുന്നിട്ട് ഒരു സാറ് പഠിപ്പിക്കുന്നതാണ് ഫുള്ളായിട്ടും കാണിക്കുന്നത്. അതെടുത്ത് യൂട്യൂബിൽ ഇട്ടേക്കും അവർ. बंगला का नाम के हिसाब से ही है ना वो भी। कॉपीराइट आएगा फिर 7.6 हां 7.6 बंगला बंगाली बाबू. അപ്പം ഞാൻ പോളിനോട് പറഞ്ഞടാ ഒരു ഏത്തക്ക പുഴുങ്ങിയതുണ്ട്, നീ ഒന്ന് കഴിച്ച് നോക്ക്, അവന് വിശക്കുമെന്ന് പറഞ്ഞോണ്ടേ. അവന് പറഞ്ഞു വേണ്ടാന്ന്. ഇതിനൊക്കെ എന്തോ ചെയ്യണം. അവന് പച്ചയും വേണ്ട പഴുത്തതും വേണ്ട. എനിക്കിന്ന് ചോറും കറിയൊന്നും വെക്കണ്ട, ഇന്നലത്തെ പുലാവ് ഇരിപ്പുണ്ട്, ചിക്കൻ കറി ഇരിപ്പുണ്ട്. പക്ഷേ അല്ലാത്ത ആ പാത്രങ്ങളെല്ലാം കഴുകണം, അങ്ങനെയൊക്കെയുള്ള ജോലികളായിരുന്നു. പിന്നെ അതെല്ലാം കഴുകിയത് ഞാൻ ആ വലിയ പാത്രമൊന്നും കഴുകിയില്ല. അല്ലാത്തതൊക്കെ ഐസ്ക്രീം എടുത്തതെല്ലാം ഞാൻ ഷോക്കേസിൽ നിന്ന് എടുത്തതാണ്. അതെല്ലാം കഴുകി ഉണങ്ങിയിട്ടെടുത്ത് അതാത് സ്ഥാനത്ത് വെക്കണം. തുണി കഴുകാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ജോലികൾ. കുക്കിംഗ് ചെയ്യണ്ട എന്നുള്ള ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ അത് പുലാവ് ഇവിടെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം. പ്രൈസമോൻ ഇന്ന് ടിഫിന് അവന് കറി ഒഴിച്ച് കഴിക്കുന്നതിനേക്കായി ഇഷ്ടം ആ റൈസ് മാത്രം കഴിക്കുന്നതാണ്. അപ്പോൾ ചിലർ ചിന്തിക്കും പ്രൈസമോൻ ഇവിടെ ഇരിക്കുന്നെല്ലാം ഉള്ളൂ, അവനെങ്ങനെ ടിഫിൻ കൊണ്ടുപോയെന്ന്. ഇതിപ്പോൾ രാവിലത്തെ പരിപാടിയാണ്. അവനൊരു 11:30 പോയാൽ മതി. हाथी का डैश അതെന്താ അങ്ങ് ഹായ് പറഞ്ഞത്? हाथी का डैश लंबी है. നിന്റെ ഒരു അങ്കിൾ പറഞ്ഞു ഇന്നലെ കമന്റ് ഇട്ട് പറഞ്ഞു, വിജയജി ഇപ്പോഴും എനിക്ക് ഞാൻ പറയാ ആ ടീച്ചറിനെ കണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാലേന്ന് പെരുത്ത് കയറുന്ന ദേഷ്യം. പ്രൈസമോനെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. टीचर कौन? अरे फाइव टाइम लिखा ना वो. क्या बोला क्या? मैं बोला था लिखने का जरूरत नहीं है, तो कंफर्म ചെയ്യണ്ട. एक ही टाइम लिखने के. ठीक है चल. कौन साथ साथ पढ़ता है? പപ്പായും പ്രൈസനും.
कौशल किसका भाई है? ये पक्का रॉन्ग है। कौशल सौरभ का Yeah. भाई। हाँ बोल। कौशल किसका भाई है? नहीं, सौरभ का भाई। कौशल ने किसको लौटने के लिए कहा? कौशल ने नौकर को लौटने के लिए कहा। कौन दौड़ दौड़ कर വലിയ പാത്രം ഞാൻ കഴുകിയില്ല. രാത്രി ആയപ്പോഴത്തേനും ഞാനങ്ങ് ക്ഷീണിച്ച് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചിട്ടതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതെല്ലാം കഴുകി ബാൽക്കണി കൊണ്ടിടണം. പിന്നെ ഇപ്പോഴത്തെ രാവിലത്തെയൊക്കെ ഉണ്ട്. ഇത് തുണി ചോറും കറിയും വെക്കണ്ടെങ്കിലും അല്ലാത്ത നമുക്ക് കൊച്ചു കൊച്ചു ജോലികളൊക്കെ ഉണ്ട്. തുണി ഇനി ഇടട്ടെ. ഡാഡിയുടെ ഷർട്ട് മാറ്റിയിടുക. അപ്പോൾ രാവിലെ ഇവിടെ ഒരു ലഹളയാണ്. രാവിലെ ഇങ്ങനെ ഇവനെ പഠിപ്പിക്കാനുള്ള സമയത്ത് റേച്ചാൻ രാവിലെ ഇരുത്തി അങ്ങ് പഠിപ്പിക്കും. അപ്പം ഞൂണ്ടൊക്കെ കിട്ടും. ഇന്നലെ എടുത്ത് ഐസ്ക്രീമിനെടുത്ത ബൗളും ബാക്കിയെല്ലാം എടുത്ത് ഞങ്ങൾ വെക്കട്ടെ. പപ്പായ അമ്മയുടെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇന്നലെ ഒന്നും എടുത്തില്ല. എന്നിട്ടും അതിങ്ങനെ കല്ല് പോലെ ഇരിക്കുക. നമ്മുടെ നാട്ടിലത്തെ ആണെങ്കിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള കളറാകുമ്പോൾ അങ്ങ് ഒത്തിരി അങ്ങ് വളവള ആവത്തില്ലേ. അങ്ങ് വിരിച്ചു. പിന്നെ ഉരുളി അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. മറ്റേ ചെറുതങ്ങ് ഉണങ്ങി ഞാനതങ്ങ് എടുത്ത് തുണി ഇവിടെ വിരിക്കണമായിരുന്നു. ഇവിടെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഷീറ്റൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ വിരിക്കാനുള്ളത് ഇന്ന് കുറവായിരുന്നു. വലിയ 2 ഷീറ്റുകളായിരുന്നു. കൊച്ചിൻ്റെ യൂണിഫോം ടീഷർട്ട് ഞാൻ കയ്യിലാണ് കഴുകിയിടുന്നത്. ഡെയിലി ഞാൻ കഴുകും, കാരണം അഴുക്കാവും. ഇതിലെ നൈലോൺ തുണി പോലെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. അപ്പോൾ ഇന്നലെ എനിക്ക് പറ്റിയില്ല കഴുകാൻ. അതുകൊണ്ട് അങ്ങ് വാഷിംഗ് മെഷീനിൽ ഇട്ട് 2 എണ്ണം ഉണ്ട്. ഒന്ന് കഴുകിയിടുമ്പോൾ ഒന്ന് എടുക്കും. അങ്ങനെ. പിന്നെ ഒരു PT ഡ്രസ്സും. വൈകുന്നേരം വന്നോണ്ട് അവന് ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ കൊടുത്തത്. അപ്പം ഷർട്ട് പോലും ഇടാതെ കൈകാലൊക്കെ കഴുകിയിട്ട് വന്ന് ആശാൻ കഴിക്കുക. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. കോങ്കണ്ണിട്ട് നോക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.